കൊടുക്കോട്ടെ. അപ്പോൾ അതേ തുടക്കക്കാർക്കും പ്രോ ആംഗ്ലേഴ്സിനും പറ്റിയ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കുള്ള വെറും 2600 രൂപ റേഞ്ചിൽ വരണം നല്ലൊരു കിഡിൽ തന്നെ ഒരു ട്രാവൽ റോഡ് ഉണ്ടല്ലോ 4 സെക്ഷൻ. അതാണ് ഈ റോഡ് ലുക്കാനയുടെ സ്ട്രീംസ്റ്റർ എന്ന് പറയുന്ന റോഡ്. 4 പീസാണ്. ഇതാണ് ഇതിൻ്റെ നീളം. ഈ ട്രാവൽ റോഡുകളുടെയൊക്കെ ഒരു പ്രത്യേകത ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡി ആയിട്ട് കൊണ്ടു നടക്കാതെ ഇതാണ് ഇതിൻ്റെ നീളത്തിന് നമ്മുടെ കയ്യിനെ അതായത് അതിന് പൊടിക്ക് വലുതായിരിക്കും റോഡ്. പിന്നെ അത്യാവശ്യം ബാഗിൻ്റെ ഉള്ളിട്ട് കൊണ്ടു കിടക്കാം. ഈ ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എടുത്ത് കാസ്റ്റ് ചെയ്യുക. വലിയ ചൂണ്ടയിൽ മീൻ അടിച്ചില്ലെന്നുണ്ടെങ്കിൽ എറിയുക, സുഖമായിട്ട് എറിയാം. നമുക്ക് പരല്, പിന്നെ പാലാങ്കണ്ണി, വറ്റ, ചെമ്പല്ലി, കറുപ്പ് അങ്ങനെയുള്ള മീനുകളുടെ 1/2 കിലോ റേഞ്ചിലുള്ള സൈസുകളെല്ലാം നമുക്ക് ഇതിൽ സുഖമായിട്ട് പിടിക്കാം. 1 കിലോ വരെ സുഖമായിട്ട് പിടിക്കാൻ പറ്റും. ലിഫ്റ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. ഏത് കുഞ്ഞു പിള്ളേർക്ക് പോലും കാസ്റ്റ് ചെയ്യാൻ പാകത്തിന് വെറും 80 ഗ്രാമിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ 2 ചൂണ്ടയിൽ ഒരേ സമയം മീൻ അടിച്ചേക്കണം. എനിക്കും അവനും ഒരേ സമയം അടിച്ചത്. അപ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് മുമ്പ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കുഞ്ഞു ക്ലിപ്പുകൾ കണ്ടിട്ട് വന്നാലോ. 4 പീസ് ട്രാവൽ റോഡാണ് കേട്ടോ. ചെറുത് കുഞ്ഞൻ റോഡാണ്. ചക്ക അടിച്ചിട്ടുണ്ട് കേട്ടോ കുറുവാത്. അല്ലെങ്കിൽ തന്നെ അടിച്ചേക്കണേ കേട്ടോ. നമുക്ക് ഓടിക്കാൻ പറ്റാത്ത കാരണം അടിയിലൊക്കെ മൊത്തം ഉടക്കാണ് നമ്മുടെ സ്പിന്നർ പോകും. നമുക്ക് മടിയായിരുന്നു. പക്ഷേ അതിൽ നന്നായിട്ട് മീൻ അടിച്ചിട്ടാ. ഒരു ആവറേജ് വലിപ്പമുള്ളവർ വേണ്ട. അപ്പോൾ അതേ നമ്മൾ സ്ട്രീംസ്റ്റർ എടുത്തിട്ട് നമ്മുടെ 4ാമത്തെ മോഡൽ മീൻ ഇട്ടാ ചെമ്പല്ലി മറ്റേ വേറെ 3-4 മോഡൽ മീനുകൾ നമുക്ക് അടിച്ച് അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. അത്യാവശ്യം ഫാസ്റ്റ് ആക്ഷനാണ്. സെൻസിബിളാണ് ആവശ്യത്തിന്. നമുക്ക് ട്രാവലിങ്ങിനൊക്കെ പറ്റിയൊരു സാധനമാണ്. അടിച്ചേക്കണത് കൻസിനിക്സിൻ്റെ ഷാഡ്, കൻസിനിക്സിൻ്റെ തന്നെ ജിഗ് ഇട്ടാ. ഓക്കെ. അപ്പോഴത്തേ നമുക്ക് കൻസിനിക്സിൽ ഒരു കറൂപ്പിന് അടിച്ചിട്ടുണ്ട്. റോഡ് കാണിച്ചോ. റോഡ് സ്ട്രീംസ്റ്റർ എന്നുള്ള റോഡ് ഇട്ടാ. അത് ഉദ്ഘാടനം ചെയ്ത് ഒരു ഒറ്റ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊരു കറൂപ്പിന് അടിക്കും. ഈ റോഡിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് 0 to 7 ഗ്രാംസ്. എന്തോരം ആക്ഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആ റോഡിൻ്റെ ടിപ്പിൻ്റെ ആക്ഷൻ കണ്ടാൽ മനസ്സിലാവും. സ്ട്രീംസ്റ്ററിൽ അടിച്ചൊരു ചെമ്പല്ലിയുണ്ട്. വലുതൊന്നുമല്ല, നല്ല അൾട്രാ വൈറ്റ് ഇതൊക്കെ കുഴപ്പമില്ല സൈസാണ്. സ്ട്രീംസ്റ്റർ അടിച്ച ഒരു അപ്പോൾ കേപ്പർലാൻഡ് നമ്മുടെ ഉണ്ടലൂരിലടിച്ച കറൂപ്പണ്ടി കിടക്കണം. അത്യാവശ്യം വലുപ്പമുണ്ട്. ചെറിയ സൈസ് കടൽ കറൂപ്പും കിട്ടി. എല്ലാം ഈ ലുക്കാനയുടെ സ്ട്രീംസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രാവൽ റോഡിൽ കിട്ടിയിട്ടാ. കിട്ടുന്നുണ്ട്. സ്ട്രീംസ്റ്ററിന്റെ ഫസ്റ്റ് പറ്റാ വലിച്ചോണ്ട് മോള്. ഓ സ്ട്രീംസ്റ്ററിന്റെ ഫുൾ പവർ ഫുൾ ഡ്രാട്ടോ. ഇല്ല
ഇല്ല യെസ് ഫസ്റ്റ് വെറ്റാ യെസ് നമ്മുടെ ഈ റോഡിൽ ഫസ്റ്റ് വെച്ചേട്ടാ. പിന്നെ ജിഗേഡ് കനിസനിക്സിന്റെ ജിഗേഡ്, ഈ ജിഗേഡിൽ ഇട്ട നല്ല ആക്ഷനാണ് ഏത് ഷാഡ് വലിച്ചാൽ. ജിഗേഡ് നമ്മുടെ ലുക്കാൻ്റെ സ്ട്രീം സ്റ്റാറിൽ അടിച്ച മീനാണ്ട. എന്താ മീനിൻ്റെ പേരുന്ന് പറഞ്ഞൂടാ. യുവില്ല നമ്മുടെ ഫസ്റ്റ് ബ്രാലിൻ്റെ വലിപ്പമുള്ളത് 2500 റീല് സ്ട്രീം സ്റ്റാർ റോഡ്. അത്യാവശ്യം നല്ലൊരു മീനുണ്ട്, ഒരു 3/4 കിലോ റോഡ്. എന്താ തവള നമ്മൾ പഴയ തവളാക്കിലേക്ക് ലൈക്ക് ആൻഡ് റീലിൽ നിന്ന് എടുത്ത തവളയാണ് പണ്ടിട്ട. വെയിറ്റ് കൂടുതലായിട്ട് താന്നു പോകും, അതാണ് നമ്മൾ തവളനെ യൂസ് ചെയ്യാത്തത്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫിഷിങ്ങിന് കണക്കാക്കി വന്നേക്കണമെന്നല്ല, നമ്മളത് ഒരു റോഡ് സിമ്പിളായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു റോഡുണ്ട്, ഒന്നല്ല 2 റോഡുണ്ട്, ഒരു 2 ട്രാവൽ റോഡിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കയറും. അപ്പോൾ അതിലൊരു റോഡ് ഞാൻ നിങ്ങളെ കാണിച്ചത് അൾട്രാ ലൈറ്റാണ്. അത്യാവശ്യം ഒരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള റോഡാണ്, ബിഗിനേഴ്സിനും അത്യാവശ്യം പ്രോ ക്ലാസ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ റോഡെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന റോഡ്, സ്ട്രീം സ്ട്രീ. കണ്ടമാനം മീൻ പിടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റോഡിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി ഈ റോഡിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ഫോണിൽ ചില ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നടക്കണ്ടായിരുന്നില്ല. നമ്മുടെ പഴയ വീഡിയോസ് കുറച്ച് റിട്രീവ് ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുള്ളൂ. നമ്മൾ മീൻ പിടിച്ചേക്കണം, കുറച്ച് ഫോട്ടോസ് കൂടി കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ. ആണ് നമ്മൾ പറഞ്ഞ ഐറ്റം ഒരു ട്രാവൽ റോഡാണ്, 4 പീസാണ്, 4 പീസ് ട്രാവൽ റോഡ്. നമുക്ക് അത്യാവശ്യം ഹാൻഡി ആയിട്ട് ബാഗിൻ്റെ ഉള്ളിലേക്ക് കൊണ്ട് നടക്കാൻ പറ്റും. നമ്മളിപ്പോൾ ചെന്ന് കാസ്റ്റ് ചെയ്ത് മീൻ അടിച്ചില്ല, അപ്പോൾ അൾട്രാലൈറ്റ് പിടിക്കുക വേണമെന്നുണ്ടെങ്കിൽ പരൽ, ചെറിയ സൈസ് ബ്രാലുകൾ, അങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ ഈ 1/2 കിലോ റേഞ്ചുള്ള കേസാണ് ഈ പറയാം. 1/2 കിലോ 3/4 കിലോ 1 കിലോ വരെയാണ് മാക്സിമം. ഞാനിതിൽ പിടിച്ചത് 800 ഗ്രാമാണ് മാക്സിമം ബ്രാലിട്ട. അപ്പോൾ അങ്ങനത്തെ ഒരു യൂസിന് ഇത് യൂസ് ചെയ്യാം. നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. കണ്ട ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ്, ഈ സൈസേ ഉള്ളൂ. 604 604, അതായത് 6 അടിയുടെ മേളിലുണ്ട് ഇതിൻ്റെ ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ഇത് വെറും 80 ഗ്രാമേ വെയിറ്റ് ഉള്ളൂ. 80 ഗ്രാം, അതായത് സുഖമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കാസ്റ്റ് ചെയ്യാം. എൻ്റെ കൊച്ചിൽ എറിയാറുണ്ട് വളരെ സിമ്പിളായിട്ട്. അവന് കഴിഞ്ഞ ദിവസത്തിൽ 4-5 ബ്രാല് പിടിച്ചായിരുന്നു. വീഡിയോ പുറകെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ. അപ്പോൾ അതാണ് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ മറ്റൊരു അട്രാക്റ്റീവ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രൈസ് വളരെ കുറവാണ്. 2600 2700 ആ റേഞ്ചാണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അത് ഇവിടെ തീർന്നു. എപ്പോഴും ഈ റോഡ് ഇവിടെ ഉണ്ടാവില്ല, ഈ റോഡ് കിട്ടൂല. ഈ റോഡ് നമ്മൾ അന്വേഷിച്ച് ചേർന്നാൽ കിട്ടൂല. ഞാനിത് സാധനം ബാംഗ്ലൂരിൽ നിന്ന് വരുത്തിക്കുകയാണ് ചെയ്ത 200 അങ്ങനെ എന്തോ എക്സ്ട്രാ കൊറിയർ ചാർജ്. അന്ന് എൻ്റെ കയ്യിൽ കൊറിയർ ചാർജ് പോയില്ല. ഷാഫിയുടെ ഇടയിൽ നിന്ന് എടുത്ത് ആംഗ്ലർ സ്ട്രൈക്ക്. നമ്മൾ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാറുണ്ട്, നമുക്ക് അന്ന് വലിയ പൈസ ആയില്ല. പക്ഷേ നമ്മുടെ ഈ നാട്ടിലില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നാണെങ്കിൽ ഈ റോഡ് വരുത്തിക്കാൻ പറ്റും. ഈ ബാംഗ്ലൂർ, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ റോഡ് ഇവിടെ. പിന്നെ ഈ റോഡിൻ്റെ ഭംഗി നോക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ട നല്ലൊരു വുഡൻ ഹാൻഡിൽ പ്ലസ് സ്പ്ലിറ്റ് പീസായിട്ടുള്ള ബട്ട്, ബാക്കിലെ ബട്ട് നല്ലൊരു പ്രീമിയം ലുക്ക് ടൈപ്പാണ് ഹാൻഡിലൊക്കെ ഇരിക്കണം, ബട്ട് പീസും എല്ലാനും. പിന്നെ കാർബണാണ്, HF കാർബണാണ് ഇതിൽ യൂസ് ചെയ്തേക്കണം. നല്ല ഹൈ മോഡ്യൂളുള്ള കാർബണാണ്, നല്ല സ്ട്രെങ്ത്താണ്. ഞാനിതിൽ പിടിച്ചേക്കണ മീനെല്ലാത്തിനും ഞാൻ കുറച്ച് മീനുകളുടെ ഫോട്ടോസ് വീഡിയോസ് നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്, ഞാൻ ഇട്ടുതരട്ടെ. ചെറിയ കട്ടിങ്ങുകൾ എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മൾ മീനെ ലിഫ്റ്റ് ചെയ്യണത് 1-2 എണ്ണം കാണുമല്ലോ. ലിഫ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിലൊരു 600 ഗ്രാം ആ റേഞ്ചുള്ള കറുപ്പിനെ ഞാൻ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രാലിന് 10-800 ഗ്രാം വേറെ ഒന്നുമല്ല ഹീറോ. പക്ഷേ ലിഫ്റ്റിങ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാനില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്രാ ലൈറ്റ് റോഡാണ്, അതിനുള്ള 80 ഗ്രാമൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കാണുള്ളൂ. അപ്പോൾ അത് ലിഫ്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യാനില്ല. എന്നാലും നല്ല ഫീൽ ചെയ്ത് പിടിക്കാം. മീൻ അടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫീൽ ചെയ്ത് പിടിക്കണം. ഒറ്റ മീൻ പോലും മിസ്സാവുകയുമില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ റോഡിൽ ഫാസ്റ്റ് ആക്ഷൻ റോഡായതുകൊണ്ട് മീൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90% ഹുക്കാവും. പിന്നെ അതുപോലെ തന്നെ ടിപ്പ് സെക്ഷൻ നല്ല ബെൻഡബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ 0.5 ഗ്രാമിൻ്റെ ഷാഡ് വരെ ഞാനിതിൽ കാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 0.5 ഗ്രാം അതൊക്കെ ആരും കാസ്റ്റ് ചെയ്ത സാധനമാണ്. 0.5 1.5 1 ഗ്രാം 2 ഗ്രാം 3 ഗ്രാം ടു 6 ഗ്രാം വരെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കാസ്റ്റ് ചെയ്തിട്ടില്ല. 7 ഗ്രാം വരെ ഉണ്ട് കേട്ടോ. 0 to 7 ഗ്രാമാണ്, 1 to 7 ഗ്രാമാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് വെയിറ്റ് പറയണം. പക്ഷെ നമ്മൾ 7 ഒന്നും അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല. നടക്കുമായിരിക്കും, എന്നാലും നമുക്ക് അത്രയും വലിയത് ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ 1/2 ഗ്രാമിൽ 1 ഗ്രാമിൽ ഇഷ്ടം പോലെ മീൻ പിടിച്ച് ബ്രാൽ ഉൾപ്പെടെ, ബ്രാല്, വറ്റ,
പാലാങ്കണ്ണി, ചെമ്പല്ലി, ഒരുമാരെ കുറേ മീൻ, നന്ദൻ, പിന്നെ അങ്ങനത്തെ കാറ്റഗറിയിൽപ്പെട്ട മറ്റേ വാഹ ഒരു 1 കിലോ താഴെയുള്ള വാഹയാണ് കിട്ടിയേട്ടാ. പിന്നെ കറുപ്പ്, അങ്ങനെ കണ്ടമാനം മീനുകളെ നമുക്കിതിൽ എയിം ചെയ്യാൻ പറ്റും. ഫ്രഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലും ഒരേപോലെ കളിക്കാൻ പറ്റിയ നല്ല കിട്ടില്ല റോഡാണ്. പക്ഷേ ഈ റോഡിനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം സ്റ്റോക്ക് തീർന്നു നോക്കിയിട്ട് നമ്മൾ ആംഗ്ലേഴ്സ് ചോയ്സ് ബാംഗ്ലൂരിൽ നിന്ന് എടുപ്പിച്ച് തന്നു. ഞാൻ കുറേ തപ്പി കിടന്നു. ഞാൻ ഇതിൻ്റെ വെയിറ്റ് കണ്ടിട്ടാണ്, ലൈറ്റ് വെയിറ്റ് കണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് തപ്പിയത്. പിന്നെ ഇത് ട്രാവൽ റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാഗിൽ സുഖമായിട്ട് കൊണ്ടു കിടക്കാം. ബാഗിൽ കൊണ്ടു കിടക്കുമ്പോൾ നമ്മുടെ വലിയ റോഡ് യൂസ് ചെയ്യുമ്പോൾ മീൻ അടിച്ചിരുന്നത് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് ഇതിലേക്ക് മാറാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മിക്കപ്പോഴും എൻ്റെ ബാഗിൽ ഈ സാധനം ഉണ്ടാകും. കാരണം അത് ബാഗിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കിടക്കണോണ്ട് നമുക്ക് വളരെ ഹാൻഡിയാണ്. അപ്പം നല്ല കിടിലൻ ട്രാവൽ റോഡ് അൾട്രാലൈറ്റ് ആഗ്രഹിക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ ഈ റോഡ് അന്വേഷിച്ച് കിടന്നാൽ കിട്ടും. എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തപ്പി തന്നെ കണ്ടുപിടിച്ചോളുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. എറണാകുളത്താണെങ്കിൽ നിർമ്മലയിൽ ഈ റോഡ് അവൈലബിൾ ആയിരിക്കും കേട്ടോ.